ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല മസാലയോട് കൂടിയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. പിന്നെ ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചിക്കനിലെ എല്ലാ മസാലകളും നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കണ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് തിരിച്ചു മറിച്ച് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഒറ്റയടിക്ക് വറുത്തെടുക്കാൻ. ഞാനിവിടെ 2-3 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ അവസാനത്തെ ബാച്ച് ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ട് നമ്മൾ ചിക്കൻ വറുത്ത അതേ എണ്ണയിലേക്ക് ഒരു 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 20 ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് വാടി വരട്ടെ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറണം. സവാള നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രഷ്ഡ് ചില്ലിയൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മസാലയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ ഈ ചിക്കൻ ആ മസാലയോട് കൂടി എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.